പാക്കി കണ്ണു തുറന്നപ്പോൾ അവൾ കാട്ടിൽ കിടക്കുകയായിരുന്നു. കണ്ണു തുറന്നപ്പോൾ ഒരു യുവാവ് തന്നെ ഉണർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടു. എന്റെ പേര് ആയുഷ്. ഞാനിതിലെ നടന്നു പോവായിരുന്നു. അപ്പോഴാണ് നിങ്ങളെ ശ്രദ്ധിച്ചത്. ആരുമില്ലാത്ത ഈ സ്ഥലത്ത് നിങ്ങൾ ബോധം കെട്ട് കിടക്കുന്ന കണ്ടപ്പോ ബോധം തെളിയുന്നവരെ ഞാനിവിടെ കാത്തിരിക്കുകയായിരുന്നു. ശരിക്കും നിങ്ങൾക്ക് എന്താ പറ്റിയത്? അത് കേട്ടപ്പോൾ പാക്കിയുടെ കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകി. അവൾ പറഞ്ഞു, ഇന്നലെ രാത്രി ഞാൻ എന്റെ കൂട്ടുകാരികളുടെ കൂടെ പിക്നിക്കിന് വന്നതാ. പക്ഷെ അറിയാതെ ഞങ്ങൾ വഴിയിൽ ഒരു റോങ് ടേൺ ചെയ്തു. അത് ഞങ്ങളുടെ ഏറ്റവും വലിയ തെറ്റായിരുന്നു. ഞങ്ങളുടെ ജീപ്പ് അതിവേഗത്തിൽ GP റിസോർട്ടിലേക്ക് പോവുകയായിരുന്നു. അവിടെയായിരുന്നു ഞങ്ങൾക്ക് പിക്നിക്കിന് വേണ്ടി പ്ലാൻ ചെയ്തത്. ഗൗരവും മനീഷും ഞാനും ആദ്യമായിട്ടാണ് ആ വഴിയിലൂടെ പോകുന്നത്. അപ്പോഴാണ് മുന്നോട്ട് പോകാൻ 2 വഴികളുണ്ടെന്ന് കണ്ടത്. അതുകൊണ്ട് മനീഷ് ജീപ്പ് നിർത്തി. അയ്യോ, റോഡ് 2 വഴിക്ക് തിരിയുന്നുണ്ടല്ലോ. ആരോ മാർക്കൊന്നും കാണുന്നുമില്ല. നമ്മൾ ഏതിലെയാ പോണ്ടത്? അയ്യോ, എനിക്കും വഴി അറിയില്ലല്ലോ. ഇങ്ങനെ 2 റോഡ് പിരിയൊന്ന് എന്നോട് നേരത്തെ ആരും പറഞ്ഞതുമില്ല. എന്തായാലും വലത്തോട്ട് പോയി നോക്കാം. ബി കെയർഫുൾ. അഥവാ നമ്മൾ തെറ്റായ വഴിയിലൂടെ പോയാലോ? എന്താ, പേടി തോന്നുന്നുണ്ടോ? ഓ, അങ്ങനെയാണോ? എന്നാ ശരി, നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നുന്ന വഴിയിലൂടെ ജീപ്പ് വിട്ടോ. ഇത് കേട്ട് മനീഷ് റൈറ്റ് സൈഡിലൂടെയുള്ള വഴിയിലൂടെ ഓടിച്ചു. ഞങ്ങൾ അതിവേഗം മുന്നേറിക്കൊണ്ടിരുന്നു. ജീപ്പ് ഓടാൻ തുടങ്ങിയിട്ട് 1/2 മണിക്കൂറായി കാണും. ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും തോറും വഴി വിജനമായി. ഒരു മനുഷ്യൻ പോലും ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു നമ്മൾ റോങ് ടേൺ എടുത്തുന്ന്. ഗൂഗിൾ ഇവിടെ വർക്കാവുന്നേയില്ല. അപ്പോൾ ആരോ ചിരിക്കുന്ന ശബ്ദം അവർ കേട്ടു. ഈ കാട്ടിനകത്ത് ആരാ ചിരിക്കുന്നത്? ഇതും പറഞ്ഞ് മനീഷ് ജീപ്പ് നിർത്തി. അപ്പോഴേക്കും ശബ്ദം വീണ്ടും കേട്ടു. ഞങ്ങൾ 3 പേരും കാട്ടിലെ ശബ്ദം കേട്ടയിടത്തേക്ക് നോക്കിയപ്പോൾ അവിടെ ഒരു വെളിച്ചം കാണാനിടയായി. അവിടെ ഒരു വീടുണ്ടെന്ന് തോന്നുന്നു. ഇത്ര ഘോരമായ കാട്ടിലോ? എന്തായാലും നമുക്ക് അവിടം വരെ പോയി ഒന്ന് നോക്കാം. ഇനി എത്ര ദൂരം മുമ്പോട്ട് പോണോന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. മനീഷ് ജീപ്പ് നിർത്തി. ഞങ്ങൾ 3 പേരും താഴെ ഇറങ്ങി കാട്ടിൽ വെളിച്ചം കണ്ട സ്ഥലത്തേക്ക് നടക്കാൻ തുടങ്ങി. മുന്നിൽ 2 പെൺകുട്ടികൾ ഇരിക്കുന്നത് കണ്ടു. അവർ മുന്നിൽ തീ കത്തിച്ച് തീ കായുകയായിരുന്നു. 2 പേരും എന്തൊക്കെയോ തമാശകൾ പറഞ്ഞുകൊണ്ടിരുന്നു. ഞങ്ങൾ 3 പേരും അവരുടെ അടുത്ത് ചെന്ന് നിന്നപ്പോൾ ഞങ്ങളെ കണ്ട് അവർ എഴുന്നേറ്റു. ഹലോ, നിങ്ങളും ഇവിടെ പിക്നിക്കിന് വന്നതാണോ? സത്യത്തിൽ ഞങ്ങൾ പിക്നിക്കിന് വന്നവരാ. പക്ഷെ അബദ്ധത്തിൽ വഴി മാറി ഇവിടെ വന്ന് പെട്ടുപോയി. ഓ, അത് സാരമില്ല, ഞങ്ങൾക്ക് വഴി അറിയാം. നേരം പുലരുന്നത് വരെ ഇവിടെ ഇരിക്കൂ, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോകാം. അതിനെന്താ? എന്റെ പേര് നുപൂർ എന്നാണ് എന്ന് പറഞ്ഞ് അവൾ അടുത്ത പെൺകുട്ടിയുടെ നേരെ വിരൽ ചൂണ്ടി. ഇവൾ എന്റെ സഹോദരി ബുഞ്ചൻ. എന്റെ പേര് ഗൗരവ്. ഇതെന്റെ ഫ്രണ്ട് ഭാഗി. ഇവൻ മനീഷ്. ഞങ്ങൾ 3 പേരും അവിടെ അടുത്തിരുന്നു. പരസ്പരം സംസാരിച്ചു. നിങ്ങൾ സിസ്റ്റേഴ്സ് ആണെന്നല്ലേ പറഞ്ഞേ? പിക്നിക്കിന് വന്നതാണെന്നും പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കൂടെ വന്നവരൊക്കെ എവിടെ? ഞങ്ങൾക്ക് കൂട്ടുകാരുടെ ആവശ്യമില്ല. ഞങ്ങൾ എല്ലായിടത്തും ഒരുമിച്ചാ പോകാറ്. പക്ഷെ ഫ്രണ്ട്സ്, നിങ്ങൾ എന്നെ പോലെ ഒരു പെൺകുട്ടിയല്ലേ. ഫ്രണ്ട്സ് ആരും കൂടെയില്ലാതെ പിക്നിക്കിന് പോകാൻ ഞാനൊരിക്കലും ചിന്തിക്കുകയില്ല. നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ പേടിയില്ലാതെ ഇരിക്കുന്നത്? ഞാൻ പറഞ്ഞത് കേട്ട് 2 സഹോദരികളും ചിരിക്കാൻ തുടങ്ങി. ഞങ്ങൾ 5 വർഷമായി ഇവിടെ ചുറ്റി നടന്നുകൊണ്ടിരിക്കുക. അത് കേട്ട് ഞങ്ങൾ 3 പേരും ഞെട്ടിപ്പോയി. എന്താ പറഞ്ഞത്? 5 വർഷോ? അയ്യോ, ഞങ്ങൾ വെറുതെ തമാശ പറഞ്ഞതല്ലേ. സത്യത്തിൽ പേടിച്ചു. സത്യത്തിൽ നിങ്ങളുടെ കാര്യം വളരെ വിചിത്രമായിരിക്കുന്നു. കുറുക്കന്മാർ റോളിയിടുന്ന ശബ്ദം ഞങ്ങൾ കേട്ടു. ഞങ്ങൾ നിശബ്ദരായി. ആഹാ, അത് കുറുക്കന്റെ ശബ്ദമാണല്ലോ. ഞങ്ങൾ 3 പേരും അത് കേട്ട് ഷോക്കായി. 2 സഹോദരിമാരും പേടിക്കുന്നതിന് പകരം സന്തോഷത്തോടെ ഇരുന്നു. നിങ്ങൾ എല്ലാവരും ഇവിടെ ഇരിക്കൂ, ഞാൻ പോയി നോക്കിയിട്ട് വരാം. അതും പറഞ്ഞ് നുപൂർ എഴുന്നേറ്റു. അല്ല, നിങ്ങൾക്ക് ഈ കാട്ടിലെ മൃഗങ്ങളെ പോലും പേടിയില്ലേ? ഇല്ല. നിങ്ങൾ അത് കാണാൻ വരുന്നോ? മനീഷ് ആലോചനയിലാണ്ടു. അഥവാ പേടിയുണ്ടെങ്കിൽ നിങ്ങൾ വരണ്ട. ഹലോ, എനിക്കാരെയും പേടിയൊന്നുമില്ല കേട്ടോ. ഇതും പറഞ്ഞ് മനീഷ് എഴുന്നേറ്റു. മനീഷ്, ഈ രാത്രിയിൽ നിങ്ങൾ കാട്ടിലൂടെ എങ്ങനെ പോകും? ഡോൺ വറി, ഞങ്ങൾ ദൂരെ നിന്നേ നോക്കൂ. ഐ ആം വിത്ത് ഹിം. ഇങ്ങനെ പറഞ്ഞ് നുപൂർ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് നടന്നു. മനീഷും അവളുടെ കൂടെ കൂടി. കുറച്ചു ദൂരം നടന്നപ്പോൾ വീണ്ടും കുറുക്കന്റെ ശബ്ദം കേട്ടു. നുപൂർ മനീഷിന്റെ കയ്യിൽ പിടിച്ചു. അല്ല, വളരെ ധൈര്യശാലിയെ പോലെ സംസാരിച്ചല്ലോ. എന്നിട്ടിപ്പോ എന്തു പറ്റി? ഞാൻ പേടിച്ചതുകൊണ്ടല്ല കൈ പിടിച്ചത്. വാസ്തവത്തിൽ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഒരു ആണിനെ കാണുന്നത്. അവൾ കളിയാക്കുകയാണെന്നാണ് മനീഷ് കരുതിയത്. അതെയോ? എത്ര വർഷങ്ങൾക്ക് ശേഷം? 20 വർഷത്തോളമായി. അത് കേട്ട് മനീഷിന്റെ ഹൃദയം 1 സെക്കൻഡ് നിലച്ചു. അവളുടെ സ്വരം ഭീകരമായിരുന്നു. അവൻ അവളുടെ കൈ വിടുവിക്കാൻ പലതവണ ശ്രമിച്ചു, പക്ഷെ നിഷ്ഫലമായി. എന്റെ കൈന്ന് വിട്, വിടാനാ പറഞ്ഞു. അവൾ പെട്ടെന്ന് മനീഷിന്റെ അടുത്തേക്ക് ചെന്നു. അവളുടെ മുഖം അപ്പോൾ ശരിക്കും ഭയപ്പെടുത്തത്തക്കതായിരുന്നു. അതുപോലെ തന്നെ അവളുടെ പല്ലുകൾ നീണ്ടു കൂർത്തിരുന്നു. എന്നെ വിട്, ആരെങ്കിലും എന്നെ രക്ഷിക്കണേ. അവൻ ഓടി രക്ഷപ്പെടാൻ നോക്കി.
പക്ഷെ അവൾ അവന്റെ കഴുത്തിൽ വീണ്ടും വീണ്ടും കടിച്ചു. എന്നിട്ട് അവന്റെ രക്തം കുടിച്ചു. എന്റെ ഫ്രണ്ട് മനീഷ് മരിച്ചപ്പോൾ അവൾ അവനെ വിട്ടു. അവളുടെ ചുണ്ടിൽ പറ്റിപ്പിടിച്ചിരുന്ന രക്തക്കറ തുടച്ചു കളഞ്ഞ് വീണ്ടും ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. മനീഷ് എവിടെ? എനിക്കറിയാം. അത് കേട്ട് എല്ലാവരും പേടിച്ചു. സഹോദരിമാർ എഴുന്നേറ്റു. നീ എന്താ ഇങ്ങനൊക്കെ പറയുന്നേ? നിനക്കെന്താണ് സംഭവിച്ചത് എന്നും പറഞ്ഞ് ഗുഞ്ചൻ അവളെ തൊട്ടപ്പോൾ അവൾ ഉച്ചത്തിൽ ഒച്ച വെച്ചു. അവളുടെ നീണ്ട പല്ലുകൾ കണ്ട് ഞങ്ങൾ എല്ലാവരും പേടിച്ചു. ഞങ്ങൾ അവിടെ നിന്ന് ഓടി. നൂപൂരും പേടിപ്പെടുത്തുന്ന ഗർജനത്തോടെ ഞങ്ങളുടെ പുറകെ വന്നു. കുറെ ദൂരം ഓടിയ ശേഷം ഞങ്ങൾ 3 പേരും ഒരു സ്ഥലത്ത് ചെന്ന് നിന്നു. നിന്റെ സിസ്റ്റർ എങ്ങനെയാ പെട്ടെന്ന് പ്രേതമായി മാറിയത്? എന്റെ ഫ്രണ്ട് മനീഷിനെ അവൾ എന്ത് ചെയ്തു ആവോ? ഗൗരവ് വിറച്ചുകൊണ്ടാണ് ചോദിച്ചത്. അവൻ എന്ത് സംഭവിച്ചുവെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ ഇന്നലെയാണ് ഇവിടെ വന്നത്. നിങ്ങൾ രണ്ടുപേരും വിചിത്രമായിരിക്കുന്നു. നിങ്ങളുടെ കൂടെ ഇരിക്കാൻ ഞങ്ങൾക്ക് ഇഷ്ടമല്ല. ഞങ്ങളുടെ മനീഷ് എവിടെയാണെന്ന് പറയൂ, എന്നിട്ട് ഞങ്ങൾ ഇവിടുന്ന് പൊയ്ക്കോളാം. ഞങ്ങൾക്ക് സത്യമായിട്ട് അറിയില്ല. മനീഷ് എവിടെയാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. നിനക്കറിയാം. അപ്പോൾ ഗുഞ്ചനും വിചിത്രമായി ചിരിക്കാൻ തുടങ്ങി. അവളുടെ മുഖവും ഭീകരമായി. അത് കണ്ട് ഞാനും ഗൗരവും വല്ലാതെ പേടിച്ചു. ഞങ്ങൾ അവിടെ നോടാൻ ശ്രമിച്ചു. പക്ഷേ ഞങ്ങൾ ഓടുന്നതിന് മുൻപ് തന്നെ അവൾ മുന്നിൽ വന്നു നിന്നു. ഞങ്ങൾ രണ്ടുപേരും അവരുടെ നടുവിൽ കുടുങ്ങിയിരുന്നു. ഞങ്ങളെ കൊന്നിട്ട് നിനക്ക് എന്ത് കിട്ടാനാ? നിങ്ങൾ രണ്ടുപേരും ആരാ? ഞങ്ങൾ നിങ്ങൾക്ക് എന്ത് ദ്രോഹം ചെയ്തു? 20 വർഷം മുൻപ് ഞങ്ങൾ രണ്ടുപേരും കൂട്ടുകാരോടൊത്ത് പിക്നിക്കിന് പോവുകയായിരുന്നു. പക്ഷെ ഞങ്ങൾ അറിയാതെ ഇവിടേക്ക് റോങ് ടേൺ ചെയ്തു. രാത്രിയായപ്പോൾ ഞങ്ങളെ കാട്ടുമൃഗങ്ങൾ കൊന്നു. ഞങ്ങളുടെ കൂട്ടുകാർ ഞങ്ങളെ രക്ഷിക്കാൻ കുറച്ചുപോലും ശ്രമിച്ചില്ല. അവർ ഞങ്ങളെ ഉപേക്ഷിച്ച് ഓടിപ്പോയി. അന്നു മുതൽ ഞങ്ങളുടെ ആത്മാവ് ഇവിടെ ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിവിടെ പിക്നിക്കിനായിട്ടാണ് വന്നത്. പക്ഷെ അതിന് സാധിക്കാതെ പോയി. അതിനാൽ ഇവിടെ ആരെങ്കിലും പിക്നിക്കിന് വന്നാൽ അവർ ഞങ്ങളുടെ ചതിയന്മാരായ സുഹൃത്തുക്കളാണെന്ന് തോന്നും. ഞങ്ങൾ അവരെ ജീവനോടെ വിടാറില്ല. ഞങ്ങൾ രണ്ടുപേരും എന്തെങ്കിലും പറയുന്നതിന് മുൻപ് അവർ രണ്ടുപേരും ഞങ്ങളുടെ കഴുത്തിൽ പിടിച്ചു. ഞങ്ങൾക്ക് ശ്വാസം മുട്ടി. ഞങ്ങൾ ബലഹീനരായിക്കൊണ്ടിരുന്നു. ഞങ്ങൾ ഉറക്കെ നിലവിളിച്ചു. പക്ഷെ അവരിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രയാസമായിരുന്നു. ഗൗരവ് എന്റെ മുന്നിൽ വെച്ച് അവസാന ശ്വാസം വിട്ട് മരിച്ചു. അതിനുശേഷം എന്റെ കണ്ണുകളും അടഞ്ഞു. അതെല്ലാം കേട്ടപ്പോൾ നേരം സന്ധ്യയായത് ആയുഷ് ശ്രദ്ധിച്ചു. നേരം കുറേശ്ശെ ഇരുട്ടി. അവന്റെ മനസ്സിൽ ഏതോ ചോദ്യങ്ങൾ ഉയർന്നു. അപ്പോ നിങ്ങളുടെ സുഹൃത്തുക്കളെയൊക്കെ അവർ കൊന്നുവല്ലേ? നിങ്ങൾ മാത്രം എങ്ങനെ രക്ഷപ്പെട്ടത്? അത് കേട്ട് പാക്കി ഭീകര ശബ്ദത്തോടെ ചിരിച്ചിട്ട് പറഞ്ഞു, കാരണം ഞാൻ അവരെ രണ്ടുപേരെയും എന്റെ കൂട്ടുകാരികളാക്കിയിരിക്കുന്നു. എന്നിട്ട് അവരോടൊപ്പം ഇവിടെ തന്നെ ഇരിക്കാൻ തീരുമാനിച്ചു. എന്ത്? പാക്കി കണ്ണു തുറന്നപ്പോൾ അവൾ കാട്ടിൽ കിടക്കുകയായിരുന്നു. കണ്ണു തുറന്നപ്പോൾ ഒരു യുവാവ് തന്നെ ഉണർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടു. എന്റെ പേര് ആയുഷ്. ഞാനിതിലെ നടന്നു പോവായിരുന്നു. അപ്പോഴാണ് നിങ്ങളെ ശ്രദ്ധിച്ചത്. ആരുമില്ലാത്ത ഈ സ്ഥലത്ത് നിങ്ങൾ ബോധം കെട്ട് കിടക്കുന്ന കണ്ടപ്പോ ബോധം തെളിയുന്നവരെ ഞാനിവിടെ കാത്തിരിക്കുകയായിരുന്നു. ശരിക്കും നിങ്ങൾക്ക് എന്താ പറ്റിയത്? അത് കേട്ടപ്പോൾ പാക്കിയുടെ കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകി. അവൾ പറഞ്ഞു, ഇന്നലെ രാത്രി ഞാൻ എന്റെ കൂട്ടുകാരികളുടെ കൂടെ പിക്നിക്കിന് വന്നതാ. പക്ഷെ അറിയാതെ ഞങ്ങൾ വഴിയിൽ ഒരു റോങ് ടേൺ ചെയ്തു. അത് ഞങ്ങളുടെ ഏറ്റവും വലിയ തെറ്റായിരുന്നു. ഞങ്ങളുടെ ജീപ്പ് അതിവേഗത്തിൽ GP റിസോർട്ടിലേക്ക് പോവുകയായിരുന്നു. അവിടെയായിരുന്നു ഞങ്ങൾക്ക് പിക്നിക്കിന് വേണ്ടി പ്ലാൻ ചെയ്തത്. ഗൗരവും മനീഷും ഞാനും ആദ്യമായിട്ടാണ് ആ വഴിയിലൂടെ പോകുന്നത്. അപ്പോഴാണ് മുന്നോട്ട് പോകാൻ 2 വഴികളുണ്ടെന്ന് കണ്ടത്. അതുകൊണ്ട് മനീഷ് ജീപ്പ് നിർത്തി. അയ്യോ, റോഡ് 2 വഴിക്ക് തിരിയുന്നുണ്ടല്ലോ. ആരോ മാർക്കൊന്നും കാണുന്നുമില്ല. നമ്മൾ ഏതിലെയാ പോണ്ടത്? അയ്യോ, എനിക്കും വഴി അറിയില്ലല്ലോ. ഇങ്ങനെ 2 റോഡ് പിരിയൊന്ന് എന്നോട് നേരത്തെ ആരും പറഞ്ഞതുമില്ല. എന്തായാലും വലത്തോട്ട് പോയി നോക്കാം. ബി കെയർഫുൾ. അഥവാ നമ്മൾ തെറ്റായ വഴിയിലൂടെ പോയാലോ? എന്താ, പേടി തോന്നുന്നുണ്ടോ? ഓ, അങ്ങനെയാണോ? എന്നാ ശരി, നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നുന്ന വഴിയിലൂടെ ജീപ്പ് വിട്ടോ. ഇത് കേട്ട് മനീഷ് റൈറ്റ് സൈഡിലൂടെയുള്ള വഴിയിലൂടെ ഓടിച്ചു. ഞങ്ങൾ അതിവേഗം മുന്നേറിക്കൊണ്ടിരുന്നു. ജീപ്പ് ഓടാൻ തുടങ്ങിയിട്ട് 1/2 മണിക്കൂറായി കാണും. ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും തോറും വഴി വിജനമായി. ഒരു മനുഷ്യൻ പോലും ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു നമ്മൾ റോങ് ടേൺ എടുത്തുന്ന്. ഗൂഗിൾ ഇവിടെ വർക്കാവുന്നേയില്ല. അപ്പോൾ ആരോ ചിരിക്കുന്ന ശബ്ദം അവർ കേട്ടു. ഈ കാട്ടിനകത്ത് ആരാ ചിരിക്കുന്നത്? ഇതും പറഞ്ഞ് മനീഷ് ജീപ്പ് നിർത്തി. അപ്പോഴേക്കും ശബ്ദം വീണ്ടും കേട്ടു. ഞങ്ങൾ 3 പേരും കാട്ടിലെ ശബ്ദം കേട്ടയിടത്തേക്ക് നോക്കിയപ്പോൾ അവിടെ ഒരു വെളിച്ചം കാണാനിടയായി. അവിടെ ഒരു വീടുണ്ടെന്ന് തോന്നുന്നു. ഇത്ര ഘോരമായ കാട്ടിലോ? എന്തായാലും നമുക്ക് അവിടം വരെ പോയി ഒന്ന് നോക്കാം. ഇനി എത്ര ദൂരം മുമ്പോട്ട് പോണോന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. മനീഷ് ജീപ്പ് നിർത്തി. ഞങ്ങൾ 3 പേരും താഴെ ഇറങ്ങി കാട്ടിൽ വെളിച്ചം കണ്ട സ്ഥലത്തേക്ക് നടക്കാൻ തുടങ്ങി. മുന്നിൽ 2 പെൺകുട്ടികൾ ഇരിക്കുന്നത് കണ്ടു.
അവർ മുന്നിൽ തീ കത്തിച്ച് തീ കായുകയായിരുന്നു. രണ്ടുപേരും എന്തൊക്കെയോ തമാശകൾ പറഞ്ഞുകൊണ്ടിരുന്നു. ഞങ്ങൾ 3 പേരും അവരുടെ അടുത്ത് ചെന്ന് നിന്നപ്പോൾ ഞങ്ങളെ കണ്ട് അവർ എഴുന്നേറ്റു. ഹലോ, നിങ്ങളും ഇവിടെ പിക്നിക്കിന് വന്നതാണോ? സത്യത്തിൽ ഞങ്ങൾ പിക്നിക്കിന് വന്നവരാ, പക്ഷെ അബദ്ധത്തിൽ വഴി മാറി ഇവിടെ വന്ന് പെട്ടുപോയി. ഓ, അത് സാരമില്ല, ഞങ്ങൾക്ക് വഴി അറിയാം. നേരം പുലരുന്നത് വരെ ഇവിടെ ഇരിക്കൂ, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ഓ, പോകാം. അതിനെന്താ? എന്റെ പേര് നുപൂർ എന്നാണ് എന്ന് പറഞ്ഞ് അവൾ അടുത്ത പെൺകുട്ടിയുടെ നേരെ വിരൽ ചൂണ്ടി. ഇവൾ എന്റെ സഹോദരി ബുഞ്ചൻ. എന്റെ പേര് ഗൗരവ്, ഇതെന്റെ ഫ്രണ്ട് ഭാഗി, ഇവൻ മനീഷ്. ഞങ്ങൾ 3 പേരും അവിടെ അടുത്തിരുന്നു, പരസ്പരം സംസാരിച്ചു. നിങ്ങൾ സിസ്റ്റേഴ്സ് ആണെന്നല്ലേ പറഞ്ഞേ? പിക്നിക്കിന് വന്നതാണെന്നും പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കൂടെ വന്നവരൊക്കെ എവിടെ? ഞങ്ങൾക്ക് കൂട്ടുകാരുടെ ആവശ്യമില്ല, ഞങ്ങൾ എല്ലായിടത്തും ഒരുമിച്ചാ പോകാറ്. പക്ഷേ ഫ്രണ്ട്സ്, നിങ്ങൾ എന്നെപ്പോലൊരു പെൺകുട്ടിയല്ലേ. ഫ്രണ്ട്സ് ആരും കൂടെയില്ലാതെ പിക്നിക്കിന് പോകാൻ ഞാനൊരിക്കലും ചിന്തിക്കുകയില്ല. നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ പേടിയില്ലാതെ ഇരിക്കുന്നത്? ഞാൻ പറഞ്ഞത് കേട്ട് 2 സഹോദരികളും ചിരിക്കാൻ തുടങ്ങി. ഞങ്ങൾ 5 വർഷമായി ഇവിടെ ചുറ്റി നടന്നുകൊണ്ടിരിക്കുക. അത് കേട്ട് ഞങ്ങൾ 3 പേരും ഞെട്ടിപ്പോയി. എന്താ പറഞ്ഞത്? 5 വർഷോ? അയ്യോ, ഞങ്ങൾ വെറുതെ തമാശ പറഞ്ഞതല്ലേ, സത്യത്തിൽ പേടിച്ചു. സത്യത്തിൽ നിങ്ങളുടെ കാര്യം വളരെ വിചിത്രമായിരിക്കുന്നു. കുറുക്കന്മാർ റോളിയിടുന്ന ശബ്ദം ഞങ്ങൾ കേട്ടു. ഞങ്ങൾ നിശബ്ദരായി. ആഹാ, അത് കുറുക്കന്റെ ശബ്ദമാണല്ലോ. ഞങ്ങൾ 3 പേരും അത് കേട്ട് ഷോക്കായി. 2 സഹോദരിമാരും പേടിക്കുന്നതിന് പകരം സന്തോഷത്തോടെ ഇരുന്നു. നിങ്ങൾ എല്ലാവരും ഇവിടെ ഇരിക്കൂ, ഞാൻ പോയി നോക്കിയിട്ട് വരാം. അതും പറഞ്ഞ് നുപൂർ എഴുന്നേറ്റു. അല്ല, നിങ്ങൾക്ക് ഈ കാട്ടിലെ മൃഗങ്ങളെ പോലും പേടിയില്ലേ? ഇല്ല, നിങ്ങളത് കാണാൻ വരുന്നോ? മനീഷ് ആലോചനയിലാണ്ടു. അഥവാ പേടിയുണ്ടെങ്കിൽ നിങ്ങൾ വരണ്ട. ഹലോ, എനിക്കാരെയും പേടിയൊന്നുമില്ല കേട്ടോ. ഇതും പറഞ്ഞ് മനീഷ് എഴുന്നേറ്റു. മനീഷ്, ഈ രാത്രിയിൽ നിങ്ങൾ കാട്ടിലൂടെ എങ്ങനെ പോകും? ഡോൺ വറി, ഞങ്ങൾ ദൂരെ നിന്നേ നോക്കൂ. ഐ ആം വിത്ത് ഹിം. ഇങ്ങനെ പറഞ്ഞ് നുപൂർ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് നടന്നു. മനീഷും അവളുടെ കൂടെ കൂടി. കുറച്ചു ദൂരം നടന്നപ്പോൾ വീണ്ടും കുറുക്കന്റെ ശബ്ദം കേട്ടു. നുപൂർ മനീഷിന്റെ കയ്യിൽ പിടിച്ചു. അല്ല, വളരെ ധൈര്യശാലിയെ പോലെ സംസാരിച്ചല്ലോ, എന്നിട്ടിപ്പോ എന്തു പറ്റി? ഞാൻ പേടിച്ചതുകൊണ്ടല്ല കൈ പിടിച്ചത്. വാസ്തവത്തിൽ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഒരു ആണിനെ കാണുന്നത്. അവൾ കളിയാക്കുകയാണെന്നാണ് മനീഷ് കരുതിയത്. അതെയോ? എത്ര വർഷങ്ങൾക്ക് ശേഷം? 20 വർഷത്തോളമായി. അത് കേട്ട് മനീഷിന്റെ ഹൃദയം 1 സെക്കൻഡ് നിലച്ചു. അവളുടെ സ്വരം ഭീകരമായിരുന്നു. അവൻ അവളുടെ കൈ വിടുവിക്കാൻ പലതവണ ശ്രമിച്ചു, പക്ഷെ നിഷ്ഫലമായി. എന്റെ കൈന്ന് വിട്, വിടാനാ പറഞ്ഞു. അവൾ പെട്ടെന്ന് മനീഷിന്റെ അടുത്തേക്ക് ചെന്നു. അവളുടെ മുഖം അപ്പോൾ ശരിക്കും ഭയപ്പെടുത്തത്തക്കതായിരുന്നു. അതുപോലെ തന്നെ അവളുടെ പല്ലുകൾ നീണ്ടു കൂർത്തിരുന്നു. എന്നെ വിട്, ആരെങ്കിലും എന്നെ രക്ഷിക്കണേ. അവൻ ഓടി രക്ഷപ്പെടാൻ നോക്കി, പക്ഷെ അവൾ അവന്റെ കഴുത്തിൽ വീണ്ടും വീണ്ടും കടിച്ചു. എന്നിട്ട് അവന്റെ രക്തം കുടിച്ചു. എന്റെ ഫ്രണ്ട് മനീഷ് മരിച്ചപ്പോൾ അവൾ അവനെ വിട്ടു. അവളുടെ ചുണ്ടിൽ പറ്റിപ്പിടിച്ചിരുന്ന രക്തക്കറ തുടച്ചു കളഞ്ഞ് വീണ്ടും ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. മനീഷ് എവിടെ? എനിക്കറിയാം. അത് കേട്ട് എല്ലാവരും പേടിച്ചു. സഹോദരിമാർ എഴുന്നേറ്റു. നീ എന്താ ഇങ്ങനൊക്കെ പറയുന്നേ? നിനക്കെന്താണ് സംഭവിച്ചത് എന്നും പറഞ്ഞ് ഗുഞ്ചൻ അവളെ തൊട്ടപ്പോൾ അവൾ ഉച്ചത്തിൽ ഒച്ച വെച്ചു. അവളുടെ നീണ്ട പല്ലുകൾ കണ്ട് ഞങ്ങൾ എല്ലാവരും പേടിച്ചു. ഞങ്ങൾ അവിടെ നിന്ന് ഓടി. നുപൂരും പേടിപ്പെടുത്തുന്ന ഗർജനത്തോടെ ഞങ്ങളുടെ പുറകെ വന്നു. കുറെ ദൂരം ഓടിയ ശേഷം ഞങ്ങൾ 3 പേരും ഒരു സ്ഥലത്ത് ചെന്ന് നിന്നു. നിന്റെ സിസ്റ്റർ എങ്ങനെയാ പെട്ടെന്ന് പ്രേതമായി മാറിയത്? എന്റെ ഫ്രണ്ട് മനീഷിനെ അവൾ എന്ത് ചെയ്തു ആവോ? ഗൗരവ് വിറച്ചുകൊണ്ടാണ് ചോദിച്ചത്. അവൻ എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയില്ല. ഞങ്ങൾ ഇന്നലെയാണ് ഇവിടെ വന്നത്. നിങ്ങൾ 2 പേരും വിചിത്രമായിരിക്കുന്നു. നിങ്ങളുടെ കൂടെ ഇരിക്കാൻ ഞങ്ങൾക്ക് ഇഷ്ടമല്ല. ഞങ്ങളുടെ മനീഷ് എവിടെയാണെന്ന് പറയൂ, എന്നിട്ട് ഞങ്ങൾ ഇവിടുന്ന് പൊയ്ക്കോളാം. ഞങ്ങൾക്ക് സത്യമായിട്ട് അറിയില്ല. മനീഷ് എവിടെയാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. നിനക്കറിയാം. അപ്പോൾ ഗുഞ്ചനും വിചിത്രമായി ചിരിക്കാൻ തുടങ്ങി. അവളുടെ മുഖവും ഭീകരമായി. അത് കണ്ട് ഞാനും ഗൗരവും വല്ലാതെ പേടിച്ചു. ഞങ്ങൾ അവിടെ നോടാൻ ശ്രമിച്ചു. പക്ഷേ ഞങ്ങൾ ഓടുന്നതിന് മുൻപ് തന്നെ അവൾ മുന്നിൽ വന്നു നിന്നു. ഞങ്ങൾ 2 പേരും അവരുടെ നടുവിൽ കുടുങ്ങിയിരുന്നു. ഞങ്ങളെ കൊന്നിട്ട് നിനക്ക് എന്ത് കിട്ടാനാ? നിങ്ങൾ 2 പേരും ആരാ? ഞങ്ങൾ നിങ്ങൾക്ക് എന്ത് ദ്രോഹം ചെയ്തു? 20 വർഷം മുൻപ് ഞങ്ങൾ 2 പേരും കൂട്ടുകാരോടൊത്ത് പിക്നിക്കിന് പോവുകയായിരുന്നു. പക്ഷെ ഞങ്ങൾ അറിയാതെ ഇവിടേക്ക് റോങ് ടേൺ ചെയ്തു. രാത്രിയായപ്പോൾ ഞങ്ങളെ കാട്ടുമൃഗങ്ങൾ കൊന്നു. ഞങ്ങളുടെ കൂട്ടുകാർ ഞങ്ങളെ രക്ഷിക്കാൻ കുറച്ചുപോലും ശ്രമിച്ചില്ല. അവർ ഞങ്ങളെ ഉപേക്ഷിച്ച് ഓടിപ്പോയി. അന്നു മുതൽ ഞങ്ങളുടെ ആത്മാവ് ഇവിടെ ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിവിടെ പിക്നിക്കിനായിട്ടാണ് വന്നത്, പക്ഷെ അതിന് സാധിക്കാതെ പോയി. അതിനാൽ ഇവിടെ ആരെങ്കിലും പിക്നിക്കിന് വന്നാൽ അവർ ഞങ്ങളുടെ ചതിയന്മാരായ സുഹൃത്തുക്കളാണെന്ന് തോന്നും. ഞങ്ങൾ അവരെ ജീവനോടെ വിടാറില്ല. ഞങ്ങൾ 2 പേരും എന്തെങ്കിലും പറയുന്നതിന് മുൻപ് അവർ 2 പേരും ഞങ്ങളുടെ കഴുത്തിൽ പിടിച്ചു. ഞങ്ങൾക്ക് ശ്വാസം മുട്ടി. ഞങ്ങൾ ബലഹീനരായിക്കൊണ്ടിരുന്നു.
ഞങ്ങൾ ഉറക്കം നിലവിളിച്ചു. പക്ഷെ അവരിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രയാസമായിരുന്നു. ഗൗരവ് എന്റെ മുന്നിൽ വെച്ച് അവസാന ശ്വാസം വിട്ട് മരിച്ചു. അതിനുശേഷം എന്റെ കണ്ണുകളും അടഞ്ഞു. അതെല്ലാം കേട്ടപ്പോൾ നേരം സന്ധ്യയായത് ആയുഷ് ശ്രദ്ധിച്ചു. നേരം കുറേശ്ശെ ഇരുട്ടി. അവന്റെ മനസ്സിൽ ഏതോ ചോദ്യങ്ങൾ ഉയർന്നു. അപ്പോ നിങ്ങളുടെ സുഹൃത്തുക്കളെയൊക്കെ അവർ കൊന്നുവല്ലേ? നിങ്ങൾ മാത്രം എങ്ങനെ രക്ഷപ്പെട്ടത്? അത് കേട്ട് പാക്കി ഭീകര ശബ്ദത്തോടെ ചിരിച്ചിട്ട് പറഞ്ഞു, കാരണം ഞാൻ അവരെ രണ്ടുപേരെയും എന്റെ കൂട്ടുകാരികളാക്കിയിരിക്കുന്നു. എന്നിട്ട് അവരോടൊപ്പം ഇവിടെ തന്നെ ഇരിക്കാൻ തീരുമാനിച്ചു. എന്ത്?